അറിഞ്ഞല്ലോ വിശേഷമല്ല. എന്തു വിശേഷം? ഓരോരുത്തരുടെ മനസ്സിലിരിപ്പ് പോലെ തന്നെയാ ഓരോ കാര്യങ്ങളും സംഭവിക്കുന്നത്. എന്താ സുലോചനെ, എന്താ വിഷയം? മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ച പിന്നെ എന്ത് ചെയ്യും? ശ്രീകലയുടെ പ്രാർത്ഥന പോലെ തന്നെ എല്ലാ കാര്യങ്ങളും നടക്കുന്നേ. സുലോചനെ, ശ്രീകലയെ ഒറ്റപ്പെടുത്താതെ കാര്യം എന്താന്ന് വെച്ചാൽ തെളിച്ചു പറ. ശ്രീകലയെ എങ്ങനെ കുറ്റപ്പെടുത്താതിരിക്കും? നമ്മൾ ഈ കല്യാണത്തിന് വേണ്ടി നടത്തുന്ന ഒരുക്കങ്ങളൊക്കെ വെറുതെയാ. കല്യാണം മുടങ്ങാൻ പോവാ. കല്യാണം മുടങ്ങുമെന്നോ? അതിന് കാരണം എന്താ? കല്യാണം മുടങ്ങുമെന്ന് നിന്നോട് ആരാ പറഞ്ഞത്? പൊന്നാരൻ തോട്ടത്തിന്ന് മായ ഇപ്പൊ എന്നെ വിളിച്ചു വെച്ചതേ ഉള്ളൂ. മായ വിളിച്ചിട്ട് ഒരു കാരണവുമില്ലാതെ കല്യാണം മുടങ്ങുമെന്ന് പറഞ്ഞോ? അവിടെ പൊന്നാരൻ തോട്ടത്തെ അമ്മ ബോധം കെട്ട് വീണിരിക്കുക. ഇതുവരെ ബോധം വീണിട്ടില്ല. ഡോക്ടർ വന്ന് പരിശോധിച്ചിട്ടും പ്രയോജനമില്ല. അമ്മയ്ക്ക് ബോധം വീണാലേ എന്തെങ്കിലും പറയാനാവൂന്ന്. മിക്കവാറും കല്യാണം മുടങ്ങാൻ സാധ്യതയുണ്ടാവൂന്ന മായ പറഞ്ഞ്. ഈശ്വര, ഇത് വലിയ കഷ്ടായല്ലോ. മായ പറയുന്നത് കേട്ടിട്ട് എന്റെ സർവാംഗം തളർന്നു പോയി. ശ്രീകലേ, കല്യാണം മുടങ്ങുമെന്ന് കേട്ടപ്പോ നിനക്ക് സന്തോഷമായി അല്ലേ? പിന്നെ സന്തോഷിക്കാതെ. ഈ കല്യാണം മുടങ്ങണം സുലോചനെ. ഇത് മുടങ്ങേണ്ടത് തന്നെയാ. ഒരു ഭ്രാന്തനെ കൊണ്ട് എന്റെ മോളെ കല്യാണം കഴിപ്പിക്കാൻ എല്ലാരും കൂടി കച്ച മുറുക്കിയപ്പോ ദൈവം അതെല്ലാം കാണുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ കല്യാണം മുടക്കിയത് വേറെ ആരുമല്ല, ദൈവം തന്നെയാ. നീ എന്റെ ചങ്കി കൊള്ളുന്ന വർത്തമാനായി പറയുന്നേ. ഒരിക്കൽ നിന്റെ മോള് ഗോപിക കാരണം മുടങ്ങിയത് എന്റെ മോളുടെ കല്യാണോ? ഇപ്പതേ വീണ്ടും അത് മുടങ്ങാൻ പോവാ. ഇത് മുടങ്ങരുതെന്നാ എന്റെ പ്രാർത്ഥന.